Hi dears, welcome back to Mayflower. Today we are discussing the novel Adventures of Huckleberry Finn by Mark Twain. Mark Twain is a famous American writer, American novelist, and he published this novel in 1884. 1884 പബ്ലിഷ് ചെയ്ത അഡ്വഞ്ചേഴ്സ് ഓഫ് ഹക്കിൾബറി ഫിൻ എന്ന നോവലാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ആൻഡ് ദിസ് നോവൽ വാസ് റിട്ടൺ ബൈ മാർക്ക് ട്വെയിൻ. മാർക്ക് ട്വെയിൻ ഇസ് a famous American novelist ആയ മാർക്ക് ട്വെയിൻ, ആൻഡ് ഹിസ് റിയൽ നെയിം ഈസ് സാമുവൽ ലാങ്ടൺ ക്ലെമൻസ്. അദ്ദേഹത്തിന്റെ തൂലിക നാമമാണ് മാർക്ക് ട്വെയിൻ എന്നുള്ളത്. യഥാർത്ഥ പേര് സാമുവൽ ലാങ്ടൺ ക്ലെമൻസ് എന്നാണ്. ഇത് വൺ വേർഡിനൊക്കെ സാധാരണ എക്സാമിന് ചോദിക്കുന്നതാണ്. ആൻഡ് ദിസ് നോവൽ ഇസ് ദ സെക്കൻഡ് പാർട്ട് ഓഫ് ദ നോവൽ അഡ്വഞ്ചേഴ്സ് ഓഫ് ടോം സോയർ. അഡ്വഞ്ചേഴ്സ് ഓഫ് ടോം സോയർ എന്നതിൻ്റെ ഒരു സീക്വൻസ് ആണ്, അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടാണ് അഡ്വഞ്ചേഴ്സ് ഓഫ് ഹക്കിൾബറി ഫിൻ എന്ന ഈ നോവൽ. ബോത്ത് ദ നോവൽസ് ആർ സെറ്റ് ഇൻ സെന്റ് പീറ്റേഴ്സ്ബർഗ് നിയർ മിസിസിപ്പി റിവർ. സെന്റ് പീറ്റേഴ്സ്ബർഗിൽ മിസിസിപ്പി നദിയുടെ തീരം, നദിയുമായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു നോവലാണ്. നമ്മൾ പറഞ്ഞു അഡ്വഞ്ചേഴ്സ് ഓഫ് ടോം സോയർ എന്ന നോവലിൻ്റെ ഒരു ഫ്രീക്വന്റ് നോവലാണ് ഈ അഡ്വഞ്ചേഴ്സ് ഓഫ് ഹക്കിൾബറി ഫിൻ. ആൻഡ് ഇറ്റ് ഈസ് ടോൾഡ് ഇൻ ഫസ്റ്റ് പേഴ്സൺ ബൈ ഹക്ക്. ഇതിലെ നരേറ്റർ ഹക്കാണ്. ഹക്ക് ഫസ്റ്റ് പേഴ്സൺ നരേറ്റീവ് ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ടെക്നിക്ക്. ആൻഡ് ഹി ഈസ് ദ നരേറ്റർ ഓഫ് ടോംസ് ടു അതർ നോവൽസ്, ടോം സോയർ അബ്രോഡ് ആൻഡ് ടോം സോയർ ഡിറ്റക്റ്റീവ് ആൻഡ് ദ ഫ്രണ്ട് ഓഫ് ടോം സോയർ. ഹക്കിൾബറി ഫിൻ അല്ലെങ്കിൽ ഹക്ക് എന്നാണ് അദ്ദേഹത്തെ, ബോയ് ആണ്, ചെറിയ കുട്ടിയാണ്, ഒരു 14-15 വയസ്സുള്ള ഒരു കുട്ടിയാണ് ഹക്ക്. ഹക്കിനെ അവൻ്റെ സുഹൃത്തുക്കൾ വിളിക്കുന്നത്, ഹക്കിൾബറി ഫിൻ ആണ് അവൻ്റെ പേര്, ഹക്ക് എന്നാണ് അവനെ എല്ലാവരും വിളിക്കുന്നത്. ഹക്കിൾബറി ഫിൻ അല്ലെങ്കിൽ ഹക്ക്, അവനാണ് ഈ നോവലുകളിലെ നരേറ്റർ. അതായത് 2 നോവലുകളുണ്ട്, ടോം സോയർ അബ്രോഡ് ആൻഡ് ടോം സോയർ ഡിറ്റക്റ്റീവ്. ഈ 2 നോവലുകളിലെയും നരേറ്ററായ ഹക്ക് തന്നെയാണ് ഈ നോവലിലും നരേറ്റർ. ആൻഡ് ഹീ ഈസ് ദ ഫ്രണ്ട് ഓഫ് ടോം സോയർ. ടോം സോയറിൻ്റെ ചങ്ങാതിയാണ്, സുഹൃത്താണ്. ആൻഡ് ദ നോവൽ ഈസ് നോട്ടഡ് ഫോർ ഇറ്റ്സ് ഡീപ്ലി ഫെൽറ്റ് പോർട്രേൽ ഓഫ് ബോയ്ഹുഡ്. ഇതിൽ ബോയ്ഹുഡ് ആണ് പറയുന്നത്, ആ ഒരു ബോയ്ഹുഡ് ഡേയ്സ്, ആ ഒരു കുട്ടിക്കാലം, ആ കുട്ടിക്കാലത്തിൻ്റെ ഡെപ്പിക്ഷനാണ് നമുക്ക് ഈ നോവലിൽ കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഇറ്റ് കളർഫുള്ളി പിക്ചേഴ്സ് പീപ്പിൾ ആൻഡ് പ്ലേസസ് ഇലോങ് ദി മിസിസിപ്പി റിവർ. മിസിസിപ്പി നദിയുടെ തീരത്തുള്ള ജനങ്ങളെയും സ്ഥലങ്ങളെയും വളരെ മനോഹരമായിട്ട് ഈ നോവല് ചിത്രീകരിച്ചിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് എ സറ്റയർ ഓൺ എക്സ്റ്റെൻഡഡ് ആറ്റിറ്റ്യൂഡ്സ്, റേസിസം ആൻഡ് ഫ്രീഡം. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ക്രിട്ടിസൈസ്ഡ് ഫോർ ഇറ്റ്സ് ഫ്രീക്വന്റ് യൂസ് ഓഫ് റേഷ്യൽ സ്റ്റീരിയോടൈപ്സ് ആൻഡ് റേഷ്യൽ സ്ലർ നിഗർ. ഈ നോവല് നമ്മൾ പറഞ്ഞു മിസിസിപ്പി നദിയുടെ തീരത്താണ് അതിൻ്റെ സെറ്റിംഗ് ഉള്ളത്. ഈ നോവൽ ഒരു സറ്റയറാണ്, ആക്ഷേപഹാസ്യമാണ്. ഏതിനെതിരെ? റേസിസത്തിനെതിരെ, ആ ഒരു വർണ്ണവിവേചനത്തിനെതിരെ, അതേപോലെ തന്നെ സ്വാതന്ത്ര്യം, പിന്നീട് മനുഷ്യരുടെ ഓരോ ആറ്റിറ്റ്യൂഡ്സ്, ഇതിനൊക്കെ എതിരെയുള്ള ഒരു നോവലാണിത്. അതോടൊപ്പം തന്നെ ഈ നോവൽ ഒരുപാട് വിമർശനത്തിന് വിധേയമായ നോവലാണ്. അതായത് ഇതിൽ റേസിസം കൂടുതൽ ഉപയോഗിക്കുന്നു, അതേപോലെ റേഷ്യൽ വേർഡ്സ്, റേഷ്യൽ സ്ലറാണ്, ഒരു തെറിയാണ് നിഗർ എന്നുള്ള, തെമ്മാടി എന്നുള്ള ആ ഒരു വാക്ക്, അത് ഫ്രീക്വൻ്റ് ആയിട്ട് ഈ നോവലിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നതിൻ്റെ പേരിൽ ഈ നോവല് വളരെയധികം വിമർശനം നേരിട്ട ഒരു നോവൽ കൂടിയാണ്. ദെൻ വി ക്യാൻ ഡിസ്കസ് ദ മേജർ ക്യാരക്ടേഴ്സ് ഇൻ ദിസ് നോവൽ. ഈ നോവലിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ടോം സോയർ. നമ്മൾ നേരത്തെ പറഞ്ഞു, ടോം സോയർ എന്ന കഥാപാത്രം ഹക്കിൻ്റെ സുഹൃത്താണ്. ആൻഡ് ഹീസ് ഹക്സ് ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് ദ മെയിൻ ക്യാരക്ടർ ഇൻ ട്വെയിൻസ് നോവൽസ്. മാർക്ക് ട്വെയിൻ്റെ നോവലിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ടോം സോയർ എബ്രോഡ്, ടോം സോയർ ഡിറ്റക്റ്റീവ്, അങ്ങനെയുള്ള നോവലുകളിലേക്ക് പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ഹക്കിൻ്റെ സുഹൃത്താണ്. ആൻഡ് ഹീ ഈസ് ഗുഡ് ഹാർട്ടഡ് ബട്ട് മിസ്റ്റീവിയസ് ആൻഡ് എ ഫൈറ്റർ. വളരെ ഗുഡ് ഹാർട്ടഡ് ആണ്, നല്ലവനാണ്, അതേപോലെ തന്നെ മിസ്റ്റീവിയസ് ആണ്. നല്ലവനാണെങ്കിൽ തന്നെയും കുരുത്തം കെട്ടവനാണ്, അതേപോലെ ഒരു ഫൈറ്ററാണ്, പോരാളിയാണ്, വളരെ ഊർജ്ജസ്വലനായ ഒരു പോരാളിയാണ് ടോം. നെക്സ്റ്റ് വൺ, ഹക്കിൾബറി ഫിൻ അല്ലെങ്കിൽ ഹക്ക് എന്നറിയപ്പെടുന്ന, മറ്റുള്ളവർ അവനെ ഹക്ക് എന്നാണ് വിളിക്കുന്നത്. ഹക്ക് ഈസ് ഹിസ് പെറ്റ് നെയിം, ഹാവിങ് 14 or 13 years of age. 13-14 വയസ്സുള്ള ഹക്ക്
ആൻഡ് ഹി ഹാസ് ബീൻ ബ്രോട്ട് അപ്പ് ബൈ ഹിസ് ഫാദർ ഹൂ ഈസ് എ ഡ്രങ്ക്. അവൻ്റെ അച്ഛനാണ് അവനെ വളർത്തുന്നത്. പാപ്പ എന്നാണ് അച്ഛൻ്റെ പേര്. അദ്ദേഹം മദ്യപാനിയാണ്, തികഞ്ഞ മദ്യപാനിയായ പാപ്പാണ് നമ്മുടെ ഹക്കിൻ്റെ അച്ഛൻ. അയാളാണ് ഹക്കിൾബറി ഫിന്നിനെ അല്ലെങ്കിൽ ഹക്കിനെ വളർത്തുന്നത്. ദെൻ നെക്സ്റ്റ് ക്യാരക്ടർ ഈസ് വിഡോ ഡഗ്ലസ്. അടുത്തത് വിഡോ ഡഗ്ലസ് ആണ്, വിധവയായ ഡഗ്ലസ്. എ കൈൻഡ് വുമൺ ഹു വാസ് റെസ്ക്യൂഡ് ബൈ ഹക്ക് ഫ്രം എ വയലന്റ് ഹോം ഇൻവേഷൻ. വീട് ആക്രമിക്കപ്പെട്ട സമയത്ത് ഹക്കാണ് ഈ വിധവയെ രക്ഷിക്കുന്നത്. ഡഗ്ലസ് വിധവയെ രക്ഷിക്കുന്നത് ഹക്കാണ്. ആൻഡ് ഷീ ടേക്ക് ഹിം ഇൻ ആൻഡ് ട്രൈസ് ടു സിവിലൈസ് ഹിം. അങ്ങനെ തന്നെ രക്ഷിച്ച ഹക്കിനോട് ഡഗ്ലസിന് സ്നേഹം തോന്നുന്നു. വളരെയധികം വാത്സല്യത്തോടു കൂടി അവരവനെ വളർത്തുന്നു. അതോടൊപ്പം തന്നെ അവനെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഇവനെ നമ്മൾ പറഞ്ഞ ഒരു തെമ്മാടിയായിട്ടുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ അവനെ സിവിലൈസ് ചെയ്തെടുക്കുക, അവനെ നല്ല കുട്ടിയാക്കി മാറ്റുക എന്നത് തൻ്റെ ലക്ഷ്യമാണ്, ക്രിസ്ത്യാനിറ്റിയുടെ ഒരു ഭാഗമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു വിധവയാണ് ഡഗ്ലസ്. ദ നെക്സ്റ്റ് ക്യാരക്ടർ ഈസ് മിസ് വാട്സൺ. അടുത്ത കഥാപാത്രം മിസ് വാട്സൺ. ഷീ ഈസ് ദ സിസ്റ്റർ ഓഫ് വിഡോ ഡഗ്ലസ്. വിഡോ ഡഗ്ലസിൻ്റെ സഹോദരിയാണ്. ആൻഡ് ഷീ ഈസ് എ റഫ് ഓൾഡ് സ്പിൻസ്റ്റർ. കുറച്ച് റഫാണ്. അതേപോലെ തന്നെ പ്രായം ചെന്ന വിവാഹം കഴിക്കാത്ത ഒരു സ്ത്രീയാണ്. ഹു ലിവ്സ് വിത്ത് വിഡോ ഡഗ്ലസ്. ഡഗ്ലസിനോടൊപ്പം താമസിക്കുന്ന അവരുടെ സഹോദരിയാണ് മിസ് വാട്സൺ. ഷീ ഈസ് സോ ഹാർഡ് ടു ഹക്ക്. ഹക്കിനോട് വളരെയധികം ദേഷ്യത്തിൽ പെരുമാറുന്ന, നമ്മളുടെ ഡഗ്ലസ് പറഞ്ഞു നല്ല കൈൻഡ് ഹാർട്ടഡ് ആണ്, നല്ല സ്നേഹമുള്ള ദയാലുവായ സ്ത്രീയാണ്. അതേസമയം അവരുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് സ്വഭാവമാണ് മിസ് വാട്സൺ ഉള്ളത്. ജിം ഈസ് മിസ് വാട്സൺ സ്ലേവ്. മിസ് വാട്സന്റെ അടിമയാണ് ജിം. ദോ ഹി ലാക്സ് എഡ്യൂക്കേഷൻ, ഹി ഈസ് എ ഗുഡ് മാൻ ആൻഡ് ഹാവ് ഓണറബിൾ പേഴ്സ്പെക്റ്റീവ് ആൻഡ് ഇൻ്റലിജൻസ്. ജിം ഒരടിമയാണ്, അവന് വിദ്യാഭ്യാസമൊന്നും കിട്ടിയിട്ടില്ല, പക്ഷേ വളരെ നല്ല മാന്യതയുള്ള, അതേപോലെ തന്നെ ഓണറബിൾ പേഴ്സ്പെക്റ്റീവ്, നല്ല കാഴ്ചബോധം അല്ലെങ്കിൽ ദിശാബോധമൊക്കെ ഉള്ള നല്ല കുട്ടിയാണ്. അതേപോലെ തന്നെ ബുദ്ധിശക്തിയൊക്കെ ഉള്ള ഒരു കുട്ടിയാണ് ജിം. ദെൻ നെക്സ്റ്റ് ക്യാരക്ടർ പാപ്പ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഹക്കിൻ്റെ അച്ഛനാണ്. ഹി ഈസ് എ ബ്രൂട്ടൽ ആൽക്കഹോളിക് ആൻഡ് ഹി ഡസൻറ്റ് ഗിവ് എഡ്യൂക്കേഷൻ ടു ഹക്ക്. വളരെ തികഞ്ഞ മദ്യപാനിയായ ഒരു വ്യക്തിയാണ് പാപ്പ്. അതേപോലെ തന്നെ തൻ്റെ മകനായ ഹക്കിനെ സ്കൂളിൽ വിടാനൊന്നും അദ്ദേഹം തയ്യാറല്ല. ആൻഡ് ഹി സെൻസ് ഹക്ക് ടു ബെഗ് ആൻഡ് എക്സ്റ്റോർട്ട് മണി. അയാളുടെ ഒരേ ഒരു ലക്ഷ്യം തനിക്ക് മദ്യം കഴിക്കാനുള്ള പൈസ കണ്ടെത്തുക. അതിനു വേണ്ടിയിട്ട് പിച്ച എടുക്കാനും അതേപോലെ തന്നെ മറ്റ് ചെറിയ ചെറിയ അല്ലറ ചില്ലറ പണിക്കൊക്കെ മകനെ വിട്ട് ആ പൈസ കൊണ്ട് മദ്യപാനം നടത്തുക എന്നുള്ളതാണ് പാപ്പിൻ്റെ ലക്ഷ്യം. ആൻഡ് ഗ്രാൻഡ്ഫോർഡ്സ്, അതിൽ മറ്റൊന്ന് ഇതിനകത്ത് പറയുന്ന രണ്ട് ഫാമിലിയാണ്. ഷെപ്പേർഡ്സൺസ് ഫാമിലിയും ഗ്രാൻഡ്സൺസ് ഫാമിലിയും അരിസ്റ്റോക്രാറ്റിക് ഫാമിലികളാണ്. അവർ തമ്മിൽ ഏകദേശം 30 വർഷത്തോളം ശത്രുതയിൽ കഴിഞ്ഞ രണ്ട് കുടുംബങ്ങളാണ്, രണ്ട് ഫാമിലീസാണ് ഈ ഗ്രാൻഡ്ഫോർഡ്സും അതേപോലെ തന്നെ ഷെപ്പേർഡ്സും. ദെൻ ദ മേജർ തീംസ് ഇൻ ദിസ് നോവൽ. ഈ നോവലിലെ പ്രധാനപ്പെട്ട തീംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. റേസ് ആൻഡ് ഐഡൻറ്റിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞു റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഇതിനകത്ത് ഒരുപാട് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ദിസ് നോവൽ ഇസ് നോട്ടഡ് ഫോർ ഇറ്റ്സ് ഫ്രീക്വന്റ് യൂസ് ഓഫ് ദ വേർഡ് നിഗർ. നിഗർ എന്ന വാക്ക് റേഷ്യൽ സ്ലറാണത്, വർഗീയപരമായിട്ട് ഒരു തെറിയാണ് നിഗർ എന്ന വാക്ക്. ആ വാക്ക് ഇതിൽ കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ട്. സോ വി ക്യാൻ സീ റേസ് ആൻഡ് ഐഡൻറ്റിറ്റി. ആ ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് ഇതിനകത്ത് കാണാൻ സാധിക്കും. ദെൻ സ്ലേവറി, ജിം എന്ന സ്ലേവിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട തീംസ്. ദെൻ വി ക്യാൻ മൂവ് ഓൺ ടു ദ സ്റ്റോറി. ഇതിൻ്റെ ആ ഒരു സമ്മറി ഒന്ന് നോക്കാം. ഹക്കിൾബറി ഫിൻ gets a large sum of money following the adventures of Tom Sawyer, and the widow Douglas and her sister Miss Watson are his guardians. Huckleberry Finn receives a large sum of money following the adventures of Tom Sawyer, and the widow Douglas and her sister Miss Watson are his guardians. Adventures of Tom Sawyer. Adventures of Tom Sawyer ആ ഒരു നോവലിൻ്റെ കണ്ടിന്യൂഷൻ ആണെന്ന് പറഞ്ഞു. അത് ഈ അവസാനം ഹക്കിന് കുറച്ച് പണം കിട്ടുന്നു, കുറച്ച് ധനം കിട്ടുന്നു. ആൻഡ് ഈ ഒരു ധനം കിട്ടിയ നമ്മൾ നേരത്തെ പറഞ്ഞു വീട് ആക്രമിക്കുന്ന സമയത്ത് വിഡോ ഡഗ്ലസിനെ രക്ഷിക്കുന്നത് ഹക്കാണ്.
അതുകൊണ്ട് തന്നെ അവൻ്റെ പേട്രൺസ് ആയിട്ട് വിഡോ ഡഗ്ലസും അവരുടെ സഹോദരിയായ മിസ് വാട്സണും വരുന്നു, അവൻ്റെ ഗാർഡിയൻ ആയിട്ട്. ആൻഡ് ഹി പ്രിഫേഴ്സ് ദ ലൈഫ് ഓഫ് ആൻ ഇറാൻ ബോയ് ആൻഡ് ജോയിൻസ് വിത്ത് ടോം സോയേഴ്സ് ഗ്യാങ്. ടോം സോയറിന്റെ ഗ്യാങ് എന്ന് പറയുന്നത് ഒരു കൊള്ളക്കാരുടെ കൂട്ടാണ്, ഒരു കൊള്ള സംഘമാണ്. എന്താണ്, ഒരു കള്ളന്മാരുടെ കൂട്ടാണ്. അവരുടെ കൂട്ടത്തിൽ ഒരു നാടോടിയെ പോലെ ജീവിക്കാനാണ് ഹക്ക് ഇഷ്ടപ്പെടുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഹക്കിന് വിദ്യാഭ്യാസം കൊടുക്കാൻ അവൻ്റെ അച്ഛൻ തയ്യാറായിരുന്നില്ല. അവനെ ഇതേപോലെ എന്താണ് ബെഗ്ഗിങ്ങിന് വിട്ടിട്ടും അതേപോലെ മറ്റ് അല്ലറ ചില്ലറ മോഷണം കാര്യങ്ങളൊക്കെ നടത്തി തനിക്ക് മദ്യപാനത്തിലുള്ള പണം കണ്ടെത്തുക എന്നുള്ളതാണ് പാപ്പിന്റെ ലക്ഷ്യം. അപ്പോൾ അയാൾ വിദ്യാഭ്യാസം കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഈ കുട്ടി ഒരു നാടോടി കുട്ടിയെ പോലെയായി, അതായത് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന തലതെറിച്ച കുട്ടി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു മകനായി മാറുന്നു. ആൻഡ് പാപ്പ് ഹക്സ് ഫാദർ ട്രൈസ് ടു അപ്രോപ്രിയേറ്റ് ഹക്സ് ഫോർച്യൂൺ. ഈ സമയത്താണ് അവന് കുറച്ച് പണം കിട്ടുന്നത്. ആ പൈസ അടിച്ചു മാറ്റാൻ ഇവന്റെ അച്ഛൻ പാപ്പ് ശ്രമിക്കുന്നു. പാപ്പ് ഈസ് ആൻ അബ്യൂസീവ് ആൽക്കഹോളിക്. വെൻ ഹി ഫെയിൽസ് ഹി ഇംപ്രിസൺസ് ഹക്ക് ഇൻ എ റിമോട്ട് ക്യാബിൻ. അയാള് മദ്യപാനിയാണ്. ആ പൈസ കൊണ്ട് തന്നെ മദ്യത്തിന്റെ കാര്യങ്ങളൊക്കെ നടത്തേണ്ടിയിട്ടാണ് അയാൾ ഈ പൈസ എടുക്കാൻ നോക്കുന്നത്. പക്ഷേ അതിൽ പരാജയപ്പെടുന്നു. അങ്ങനെ പരാജയപ്പെടുന്ന സമയത്ത് ഹക്കിനെ ഒരു ക്യാബിനുള്ളിൽ, ഒരു റൂമിൻ്റെ ഉള്ളിൽ അടയ്ക്കുന്നു. ഹക്ക് ഫേക്സ് ഹിസ് ഓൺ മർഡർ ആൻഡ് സെറ്റിൽസ് ഓൺ ജാക്സൺസ് ഐലൻഡ്. അങ്ങനെ മുറിയിൽ അടയ്ക്കുന്ന ഹക്ക് അവിടുന്ന് അവൻ കൊല്ലപ്പെട്ടു എന്ന് വരുത്തി തീർക്കുന്നു. താൻ അവിടുന്ന് കൊല്ലപ്പെട്ടു എന്ന് വരുത്തി തീർത്തിട്ട് അവിടുന്ന് ജാക്സൺ ഐലൻഡിലേക്ക് അവൻ കടന്നു കളയുന്നു. ജാക്ക് റീയുണൈറ്റ്സ് ഹിം വിത്ത് മിസ് വാട്സൺസ് സ്ലേവ് ജിം, ഹൂ റാൻ എവേ ഫ്രം ഹിയർ വെൻ ഹി പ്ലാൻസ് ടു സെൽ ഹിം. അതായത് ജാക്സൺസ് ഐലൻഡിലാണ് പോകുന്നത്. അവിടെ വെച്ച് ജാക്ക് ഇവനെ ജിമ്മുമായിട്ട് കണക്ട് ചെയ്യുന്നു. അതായത് ജിം എന്ന് പറയുന്നത് നമ്മുടെ മിസ് വാട്സന്റെ അടിമയാണ്. മിസ് വാട്സൺ തൻ്റെ അടിമയായ ജിമ്മിനെ മറ്റൊരാൾക്ക് വിൽക്കാൻ ശ്രമിക്കുന്നു എന്നറിയുന്ന ജിം അവിടുന്ന് ഓടിപ്പോകുന്നു. അങ്ങനെ ഓടിപ്പോകുന്ന ജിമ്മുമായിട്ടാണ് ഹക്ക് കണ്ടുമുട്ടുന്നത്. അങ്ങനെ അവർ ഒരുമിച്ചാവുന്നു. ആൻഡ് ഹക്ക് ആൻഡ് ജിം ഗോ ഡൗൺ ടു ദ മിസിസിപ്പി റിവർ ടു കെയ്റോ ആൻഡ് ഇൻ ദ ഫ്രീ സ്റ്റേറ്റ് ഓഫ് ഇലിനോയ്സ്. അവിടെ നിന്നും ഹക്കും അതേപോലെ ജിമ്മും ഇല്ലിനോയ്സിലേക്ക് പോകുന്നത്, അതായത് കെയ്റോയിലേക്ക് പോകുന്നു. മിസിസിപ്പി നദിയിലൂടെയാണ് അവർ പോകുന്നത്. ദേ ഫൈൻഡ് എ ടിംബർ റാഫ്റ്റ് ആൻഡ് എ ഹൗസ് ഫ്ലോട്ടിംഗ് ഡൗൺ സ്ട്രീം. അങ്ങനെ മിസിസിപ്പി നദിയിലൂടെ അവർ പോകാൻ ശ്രമിക്കുന്ന സമയത്ത് ഒരു ടിംബർ റാഫ്റ്റ്, ഒരു ചങ്ങാടം കാണുന്നു. ആ ചങ്ങാടത്തിലാണ് അവർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. അതേപോലെ തന്നെ ഒരു ഹൗസ് ഫ്ലോട്ട്, ഒരു ബോട്ടും കാണുന്നു. Jim finds a man who was shot dead inside the houseboat, but he prevents Huck from seeing it. ഈ സമയത്ത് ജിം ആ ഹൗസ് ബോട്ടിനുള്ളിൽ ഒരാൾ മരിച്ചതായിട്ട് കാണുന്നു. പക്ഷേ ഹക്കിനെ അയാളെ കാണുന്നതിൽ നിന്നും തടയുന്നു. അതായത് ഒരാൾ മരിച്ചവിടെ കിടപ്പുണ്ട്, അത് ജിം കാണുന്നു, പക്ഷേ ഹക്കിനെ കാണാൻ അനുവദിക്കുന്നില്ല. ആൻഡ് ഹക്ക് സ്നീക്സ് ഇൻ ടു the town and realizes that a reward is declared for Jim's capture as he is suspected of killing Huck. അവിടെ കരയിലെത്തുന്ന ഹക്ക് ടൗണിൽ പോകുന്ന സമയത്ത് അയാൾ മനസ്സിലാക്കുന്നു ആ ജിമ്മിനെ പിടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു റിവാർഡുണ്ട്, പ്രതിഫലം കൊടുക്കാം എന്ന് കാണുന്നു. ആ പ്രതിഫലം കൊടുക്കാൻ ജിമ്മിനെ പിടിച്ചു കൊടുക്കാൻ കാരണം ഈ ജിമ്മാണ് ഹക്കിനെ കൊന്നത് എന്ന, നമ്മൾ നേരത്തെ പറഞ്ഞു ഹക്ക് തൻ്റെ മരണം അല്ലെങ്കിൽ താൻ കൊല്ലപ്പെട്ടു എന്ന ഒരു പ്രിറ്റൻഷൻ നടത്തിയാണ് അവിടുന്ന് രക്ഷപ്പെട്ടത്. അപ്പൊ ഈ ഹക്കിനെ കൊന്നത് ജിമ്മാണ് എന്ന് ഒരു വാർത്ത പരക്കുന്നു. അങ്ങനെ വാർത്ത പരക്കുമ്പോൾ ജിമ്മിനെ പിടിച്ചു കൊടുക്കുകയാണെങ്കിൽ റിവാർഡ് കിട്ടും എന്ന ഒരു പ്രഖ്യാപനമുണ്ട്. ദസ് ദേ ഫ്ലീ ഓൺ ദെയർ റാഫ്റ്റ്. അങ്ങനെ ഈ ഒരു ന്യൂസിനെ കുറിച്ച് അറിയുന്ന ജിമ്മും ഹക്കും അവിടുന്ന് രക്ഷപ്പെടുന്നു, അവരുടെ ചങ്ങാടത്തിൽ രക്ഷപ്പെടുന്നു. ഹക്ക് ആൻഡ് ജിം കെയിം അക്രോസ് എ സ്റ്റീം ബോട്ട് ആൻഡ് ഹിയേഴ്സ് ടു തീവ്സ് ഡിസ്കസ് മേർഡറിങ് എ തേർഡ് വൺ. അവരൊരു സ്റ്റീം ബോട്ടിൽ വീണ്ടും യാത്ര തുടരുന്നു. അങ്ങനെ യാത്ര തുടരുന്ന സമയത്ത് രണ്ട് കള്ളന്മാരും മൂന്നാമതൊരാളെ കൊല്ലുന്നതിനെ കുറിച്ച് പറയുന്നു. ആൻഡ് ദേ ഫ്ലൈ ഇൻ ദ തീവ്സ് ബോട്ട്
Then they see their raft and tries to sink the thieves' boat. അവര് അവരുടെ ചങ്ങാടത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടാണ് ഈ സ്റ്റീം ബോട്ടിൽ കയറുന്നത്. അങ്ങനെയാണ് ഈ കൊള്ളക്കാര് രണ്ട് കള്ളന്മാര് മൂന്നാമതൊരാളെ കൊല്ലുന്നതിനെ കുറിച്ച് പറയുന്നത്. ഈ സമയത്ത് അവരവരുടെ ചങ്ങാടം കണ്ടെത്തുന്നു. ആ ചങ്ങാടത്തിൽ കയറിയിട്ട് ഈ കൊള്ളക്കാരുടെ അല്ലെങ്കിൽ ഈ കള്ളന്മാരുടെ ബോട്ട് മുക്കാൻ ശ്രമിക്കുന്നു. ഹക്ക് ട്രിക്സ് a watchman as a rescue attempt but fails as their steamboat sinks. ഈ സമയത്ത് ഈ കള്ളന്മാർ സഞ്ചരിച്ച സ്റ്റീം ബോട്ട് മുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് വാച്ച്മാൻ കാണുന്നു. ആ വാച്ച്മാൻ കാണുന്ന സമയത്ത് അയാളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന രീതിയിലാണ്. അതായത് ഹക്ക് ഇവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്ന രീതിയിലാണ് ഈ ഒരു നാടകം നടത്തുന്നത്. പക്ഷേ അവിടെ പെട്ടുപോകുന്നു, കാരണം ആ സ്റ്റീം ബോട്ട് മുങ്ങിപ്പോകുന്നു. ആൻഡ് ഇൻ എ ഫോഗ് ജിം ആൻഡ് ഹക്ക് ആർ സെപ്പറേറ്റഡ്. അങ്ങനെ പെട്ടെന്ന് ഫോഗ് ഉണ്ടാകുന്ന ഒരു പുകപടലം പോലെ, മഞ്ഞ് പോലെ പുകപടലം പോലെ ഉണ്ടാകുന്ന സമയത്ത് ആ ജിമ്മും ഹക്കും സെപ്പറേറ്റ് ആയി പോകുന്നു. അവർക്ക് ഒന്നിക്കാൻ കഴിയുന്നില്ല. They reunite and Huck tricks Jim of having dreamt the event. ഈ സമയത്ത് അങ്ങനെ ആ ഫോഗിൽപ്പെട്ട് രണ്ടുപേരും സെപ്പറേറ്റ് ആയി എങ്കിലും അവർ റീയൂണൈറ്റ് ചെയ്യുന്നു, അവർ വീണ്ടും ഒന്നിക്കുന്നു. ഈ സമയത്ത് ഹക്ക് ജിമ്മിനോട് പറയുന്നു, ഞാൻ ഇത് മുൻകൂട്ടി കണ്ട കാര്യങ്ങളാണ്, അതായത് എനിക്ക് ഇങ്ങനെ സംഭവിക്കുമെന്ന് മുൻകൂട്ടി അറിയാം, ഞാൻ സ്വപ്നം കണ്ടിരുന്നു എന്ന് പറയുന്നു. ആൻഡ് ജിം ഫീൽസ് ഡിസപ്പോയിന്റഡ് ആൻഡ് ഹക്ക് ഈസ് സർപ്രൈസ്ഡ് ഓഫ് ജിംസ് സ്ട്രോങ് ഫീലിങ്സ്. ഈ സമയത്ത് തന്നിൽ നിന്നും ഹക്ക് അകന്നു പോകുന്നു എന്ന ഒരു വാർത്ത നേരത്തെ അറിയുമെന്ന് പറഞ്ഞ് അത് കേട്ട ഉടനെ ജിമ്മിന് ഭയങ്കര സങ്കടമാവുന്നു. അപ്പോൾ ഈ ജിമ്മിൻ്റെ ആ ഒരു സ്ട്രോങ് ഫീലിങ്സ്, ആ ഒരു ബന്ധം കണക്കാക്കുന്ന സമയത്ത് ഹക്കിന് വളരെയധികം സങ്കടം തോന്നുന്നു. കാരണം എന്താണ്, ഇങ്ങനെ താൻ ഇതിനു മുന്നേ കണ്ടിട്ടുമില്ല, സ്വപ്നം കണ്ടിട്ടൊന്നും ഇല്ല എന്നുള്ള കാര്യം പറയുന്നു. ആൻഡ് ഹക്ക് ആൻഡ് ജിം പാസ്ഡ് കെയ്റോ ആൻഡ് ദേ ഡിസൈഡഡ് ടു കണ്ടിന്യൂ ഡൗൺ റിവർ ആസ് ദേ ഹാവ് നോ വേ ടു അപ്പ് റിവർ. കെയ്റോ കടന്നു എന്ന് മനസ്സിലാവുന്നു. അങ്ങനെ കെയ്റോ കടന്നു എങ്കിലും അവർക്ക് ആ നദിയിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള അവകാശമില്ല. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞു, അവർ പുറത്തേക്ക് വരികയാണെങ്കിൽ അവരെ പിടികൂടാൻ അല്ലെങ്കിൽ ജിമ്മിനെ പിടികൂടാൻ ആൾക്കാർ അല്ല റിവാർഡ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ദ പീപ്പിൾ ആർ വെരി കെയർഫുൾ. ആളുകൾ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർ ആ നദിയിൽ തന്നെ ബാക്കിയുള്ള സമയം ചെലവഴിക്കുന്നു. ദ റാഫ്റ്റ് ഈസ് സ്ട്രക്ക് ബൈ എ പാസിംഗ് സ്റ്റീം ആൻഡ് സെപ്പറേറ്റ് അഗെയിൻ. വീണ്ടും അവരുടെ ചങ്ങാടം ഒരു സ്റ്റീം ബോട്ടുമായിട്ട് അതിനെ കടന്നു പോകുന്ന സമയത്ത് അവർ രണ്ടുപേരും കൂടി സ്റ്റീം ബോട്ടിൻ്റെ ആ പുകയിൽ വീണ്ടും അവർ സെപ്പറേറ്റ് ആവുന്നു. ആൻഡ് ഹക്ക് മീറ്റ്സ് ദ ഗാംഗർ ഫോർട്സ് ഓൺ ദ റിവർ ബാങ്ക്. ഹക്ക് അങ്ങനെ നദീതീരത്തെത്തുന്നു. ഹക്ക് നദീതീരത്തെത്തുന്ന സമയത്ത് അവിടെ ഗാംഗർ ഫോർട്ട് എന്ന ഫാമിലീസിനെ കാണുന്നു. ആൻഡ് ഗാംഗർ ഫോർട്സ് ആർ എൻഗേജ്ഡ് ഇൻ എ 30-year ഫ്യൂഡ് വിത്ത് ദ ഷെപ്പേർഡ്സൺസ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഷെപ്പേർഡ്സൺസ് ഫാമിലിയും ഈ ഗാംഗർ ഫോർട്സ് ഫാമിലിയും തമ്മിൽ 30 വർഷത്തോളമായി ശത്രുതയാണ്. അവരിലെ ഒരു ഫാമിലിയാണ് ഗാംഗർ ഫോർട്സ്. അവരെയാണ് ഹക്ക് കണ്ടുമുട്ടുന്നത്. ആഫ്റ്റർ എ ഗാംഗർഫോർഡ് ഡോട്ടർ elopes with a shepherd's boy, all the Gangerford men are killed in a shepherd's ambush. ഈ ഇതിൽ ഗാംഗർഫോർഡിലെ ആ ഫാമിലിയിൽപ്പെട്ട ഒരു പെൺകുട്ടി ഷെപ്പേർഡ്സൺസ് ഫാമിലിയിലെ ഒരു ചെക്കനുമായിട്ട് ഒളിച്ചോടുന്നു. അങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അതിനുശേഷം ഗാംഗർഫോർഡിലെ എല്ലാ ആണുങ്ങളെയും കൊന്നുകളയുന്നു. ആൻഡ് ഹക്ക് റീയൂണൈറ്റ്സ് വിത്ത് ജിം. ഈ ഒരു ഫാമിലിയെ കണ്ടുമുട്ടിയതിന് ശേഷം ഹക്കും ജിമ്മും വീണ്ടും ഒന്നിക്കുന്നു. ഹക്ക് ആൻഡ് ജിം ജോയിൻഡ് വിത്ത് 2 men who claim to be a king and the duke. അങ്ങനെ റീയൂണൈറ്റഡ് ആയിട്ടുള്ള ഹക്കും ജിമ്മും വീണ്ടും 2 പേരെ കണ്ടുമുട്ടുന്നു. അവർ പറയുന്നത് അവർ രാജാവും പ്രഭുവുമാണ് എന്നാണ്. അവരെ കണ്ടുമുട്ടുന്നു. ആൻഡ് ദേ റോപ്പ് ഹക്ക് ആൻഡ് ജിം. അവര് ഹക്കിനെയും ജിമ്മിനെയും കയറുകൊണ്ട് കെട്ടിവരിക്കുന്നു, അതായത് കെട്ടിബന്ധിക്കുന്നു. ആൻഡ് ഇൻ വൺ ടൗൺ ദ കിങ് ആൻഡ് ദ ഡ്യൂക്ക് ചീറ്റ് ദ ഹോംസ് വാക്ക് ഓവർ 2 nights വിത്ത് എ ഷോർട്ട് ഓവർ പ്രൈസ്ഡ് സ്റ്റേജ് പെർഫോമൻസ്. ഇവരെ 2 പേരെയും ഉപയോഗിച്ച് ഒരു ചെറിയ സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ നടത്തുന്നു. ജിമ്മിനെയും ഹക്കിനെയും ഉപയോഗിച്ച് ഈ രാജാവും ഡ്യൂക്കും
പൈസ സമ്പാദിക്കുന്നു. 2 ദിവസം അങ്ങനെ ഒരു പെർഫോമൻസ് നടത്തി പൈസ സമ്പാദിക്കുന്നു. ഓൺ ദ തേർഡ് ഡേ ദ സ്വിൻഡ്ലേഴ്സ് കെയിം ആൻഡ് ദേ കളക്ട് അഡ്മിഷൻ ഫീ ഫ്രം ദ പ്രീവിയസ് ഓഡിയൻസ് ആൻഡ് ഫ്ലീസ് ദ ടൗൺ. പിറ്റേ ദിവസം 3-ാമത്തെ ദിവസം വേറെ കുറച്ച് ആളുകൾ വന്നിട്ട് ഈ ഓഡിയൻസിൻ്റെ അടുത്ത് നിന്ന് പൈസ വീണ്ടും പിരിക്കുന്നു. അങ്ങനെ ആ പിരിച്ചെടുത്ത പൈസ കൊണ്ട് അവർ ടൗൺ വിട്ടു പോകുന്നു. On the next day or the next town, the swindlers impersonate the brothers of the recently deceased Peter Wicks and attempts to steal his estate. ഈ ഇതേ സമയം തന്നെ തൊട്ടടുത്ത ടൗണിൽ 2 പേര് വരുന്നു. അവർ പറയുന്നത് പീറ്റർ വിക്സ് എന്ന ഇപ്പം അടുത്ത് മരിച്ചുപോയ വ്യക്തിയാണ്, അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരാണ് എന്ന രീതിയിലാണ് 2 പേര് വരുന്നത്. അവർ ഈ പീറ്റർ വിൽക്സിൻ്റെ സ്വത്ത് അടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു. ആൻഡ് ഹക്ക് ട്രൈസ് ടു റിട്രീവ് ദ മണി ഫോർ വിൽക്സ് ഓർഫൻഡ് നീസസ്. ഈ 2 പേര് പീറ്റർ വിൽക്സിൻ്റെ സഹോദരന്മാരാണെന്ന് പറഞ്ഞ് പൈസ അടിച്ചു മാറ്റിക്കൊണ്ട് പോകാൻ ശ്രമിക്കുന്ന സമയത്ത് അവരെ ആക്രമിച്ച് ആ പൈസ വീണ്ടെടുക്കുന്നു. ഹക്കാണ് വീണ്ടെടുക്കുന്നത്. അത് ഹക്ക് വീണ്ടെടുക്കുന്നത് ഈ പീറ്റർ വിൽക്സിൻ്റെ അനാഥരായിട്ടുള്ള നീസ് അനന്തരവർക്ക് വേണ്ടിയിട്ടാണ് ഈ പൈസ അദ്ദേഹം കളക്ട് ചെയ്യുന്നത്. അതായത് ഇവരുടെ ഈ കൊള്ളക്കാരുടെ നിന്ന് അടിച്ചു മാറ്റുന്നത്. And the 2 men cause an uproar and Huck flees from there but is caught by the king and the duke. ഈ സമയത്ത് ഈ 2 പേരുടെ കയ്യിൽ നിന്ന് പൈസ എടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അവർ ഒച്ചത്തിൽ ബഹളം ഉണ്ടാക്കുന്നു. അങ്ങനെ ബഹളം ഉണ്ടാക്കുന്ന സമയത്ത് ഹക്ക് അവിടുന്ന് വിട്ടുപോകുന്നു, അവിടുന്ന് ഓടിപ്പോകുന്നു. പക്ഷേ ഓടിപ്പോകുന്ന ഹക്കിനെ നമ്മുടെ നേരത്തെ കണ്ട രാജാവ്, ഹക്കിനെയും ജിമ്മിനെയും ഉപയോഗിച്ച് പണം ഉണ്ടാക്കിയ ആ രാജാവും ഡ്യൂക്കും എന്ന പേരിൽ വന്ന 2 പേര് പിടിക്കുന്നു. ആൻഡ് ഹി എസ്കേപ്സ് ബട്ട് റിയലൈസസ് ദാറ്റ് ദേ സോൾഡ് ജിം ടു ഫെൽപ്സസ്. ഈ സമയത്ത് ഹക്കിന് അവിടുന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നു. പക്ഷേ ഹക്ക് അന്നേരം മനസ്സിലാക്കുന്നു ജിമ്മിനെ അവർ ഫെൽപ്സിന് വിറ്റു എന്ന് മനസ്സിലാക്കുന്നു. ജിമ്മ് സ്ലേവാണ്, അവനെ വിറ്റു എന്ന് മനസ്സിലാക്കുന്നു. ആൻഡ് സോ ഹക്ക് ഡിസൈഡ്സ് ടു ഫ്രീ ജിം. അതുകൊണ്ട് ജിമ്മിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, ജിമ്മിനെ അവിടുന്ന് സ്വന്തമാക്കണം എന്ന് ഹക്ക് തീരുമാനിക്കുന്നു. ദ ഫെൽസ് തിങ്ക് ദാറ്റ് ഹക്ക് ഈസ് ദെയർ നെവ്യൂ ടോം. ഈ സമയത്ത് ഫെൽസ് ചിന്തിക്കുന്നത്, ഫെൽസിനാണ് വിറ്റത്, ഫെൽസിനാണ് ജിമ്മിനെ വിറ്റത്. പക്ഷേ ഫെൽസ് ഹക്കിനെ കാണുന്ന സമയത്ത് ചിന്തിക്കുന്നത് അവരുടെ നെവ്യൂ ആയ അനന്തരവനായ ടോം ആണ്, ഹൂ ഈസ് എക്സ്പെക്റ്റഡ് ഫോർ എ വിസിറ്റ്. ഇപ്പം അടുത്ത് തങ്ങളെ സന്ദർശിക്കാനിരിക്കുന്ന ടോം ആണ് വന്നത് എന്ന് വിചാരിക്കുന്നു ഹക്കിനെ കാണുന്ന സമയത്ത്. ആൻഡ് ഹക്ക് പ്ലേസ് എലോങ്. അങ്ങനെ ടോം ആണ് എന്ന് വിചാരിക്കുമ്പോൾ ഹക്ക് അതുപോലെ അഭിനയിക്കുന്നു, അതായത് ടോം ആണ് താനെന്ന രീതിയിലേക്ക് വരുന്നു. ആൻഡ് ഹി ടേൺസ് ഔട്ട് their nephew is ടോം സയർ. ഈ സമയത്ത് ഹക്കിന് മനസ്സിലാക്കുന്നത് ടോം സോയർ ആണ്, അതായത് ഇവിടെ ടോം എന്ന് പറയുന്നത് ടോം സയർ ആണ്, അവനെയാണ് ഇവർ കാത്തിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നു. ആൻഡ് വെൻ ടോം അറൈവ്സ് ഹി പ്രിറ്റൻസ് ടു ബി ഹിസ് ബ്രദർ സിദ്. അങ്ങനെ അവിടെ എത്തുന്ന സമയത്ത് ടോം മനസ്സിലാക്കുന്നത് തൻ്റെ പേരിൽ, നമ്മൾ സിനിമയിൽ യോധ സിനിമയിൽ അപ്പുകുട്ടനും അശോകനും പോലെ, അതേപോലെ തൻ്റെ പേരിൽ അവിടെ എത്തുന്ന ഹക്കിനെ ടോം മനസ്സിലാക്കുന്നു. പക്ഷെ ടോം അവിടെ എത്തുമ്പോൾ പറയുന്നത് ഹക്കിൻ്റെ സഹോദരനായ സിദ്ധാണ് താനെന്ന് പറയുന്നത്. ആൻഡ് പ്ലാൻസ് ടു ഫ്രീ ജിം. അങ്ങനെ അവിടെ എത്തുന്ന ഹക്കും ടോമും ജിമ്മിനെ സ്വതന്ത്രമാക്കാൻ ശ്രമിക്കുന്നു. ആൻഡ് ഹക്ക് വാണ്ട്സ് ദ കിങ് ആൻഡ് ഡ്യൂക്ക് ദാറ്റ് ജിം അലേർട്ടഡ് ദ ലോക്കൽ റെസിഡൻസ് ഓഫ് ദെയർ സ്കാം ബട്ട് സീസ് ദം റൺ അവേ. ഈ സമയത്ത് ഹക്കും ജിമ്മും പറയുന്നു, ടോമും പറയുന്നു, നിങ്ങൾ, അതായത് ഈ ഡ്യൂക്കും കിങ്ങുമായിട്ട് അഭിനയിച്ച ആളുകളെ കുറിച്ച് സാധാരണ ജനങ്ങളുടെ ഇടയിൽ ഇവർ പറഞ്ഞിട്ടുണ്ട്. ആ സാധാരണക്കാർ നിങ്ങളെ ഏത് നിമിഷവും പിടിക്കാം, നിങ്ങളെ ആക്രമിക്കാമെന്ന് പറയുന്നു. ഈ സമയത്ത് ഈ രാജാവും ഡ്യൂക്കും അവിടെ നിന്ന് ഓടിപ്പോകുന്ന ഒരു സംഭവവും ഇവർക്ക് കാണാൻ സാധിക്കും. ടോം ഈസ് വൂണ്ടഡ് ഡ്യൂറിങ് ജിംസ് എസ്കേപ്പ്. ജിമ്മിനെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ ടോമിന് മുറിവേൽക്കുന്നു. ആൻഡ് ജിം സ്റ്റേസ് വിത്ത് ടോം ആൻഡ് ഹി വാസ് അറസ്റ്റഡ് ആൻഡ് റിട്ടേൺ ടു ദ ഫെൽസ്. ഈ സമയത്ത് കാലിൽ മുറിവ് പറ്റിയ ടോമിനെ കാണുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു ജിം വളരെ കൈൻഡ് ഹാർട്ടഡ് ആണ്, ഇൻ്റലിജൻ്റ് ആണെന്നൊക്കെ പറഞ്ഞു, വളരെ നല്ലവനാണ്. അതേപോലെ തന്നെ
ഹി ഹാസ് ഓണറബിൾ പേഴ്സ്പെക്റ്റീവ്, വളരെ എല്ലാവരും ബഹുമാനിക്കുന്ന രീതിയിലുള്ള ഒരു സ്വഭാവമുള്ള വ്യക്തിയാണ് ജിം. അങ്ങനെ തനിക്ക് വേണ്ടിയിട്ട് തന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്ന ടോമിന് മുറിവ് പറ്റുന്നത് കാണുന്ന സമയത്ത് ജിമ്മിന് സങ്കടമാവുന്നു. അങ്ങനെ അവിടെ നിൽക്കുന്ന ജിമ്മിനെ അറസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ വീണ്ടും അറസ്റ്റ് ചെയ്ത് ഫെൽപ്സിന് തിരിച്ച് കൈമാറുന്നു. ആൻഡ് ടോംസ് ഓൺ പോളി അറൈവ്സ് ദെയർ ആൻഡ് റിവീൽസ് ഹക്സ് ആൻഡ് ടോംസ് ട്രൂ ഐഡന്റിറ്റീസ്. ഈ സമയത്ത് ടോമിന്റെ ആന്റി, പോളി എന്നാണ് പേര്, അവരവിടെ എത്തുന്നു. അവരവിടെ എത്തിയിട്ട് ഹക്കിന്റെയും ടോമിന്റെയും യഥാർത്ഥ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു, ഐഡന്റിറ്റി ഇസ് ദി മെയിൻ തീം ഓഫ് ദിസ് സ്റ്റോറി. ഈ സ്റ്റോറിയിൽ, ഈ നോവലിലെ ഒരു പ്രധാനപ്പെട്ട ഇതിവൃത്തം, തീം എന്ന് പറയുന്നത് ഐഡന്റിറ്റിയാണ്. ഒരു ഐഡന്റിറ്റി മറച്ചു വെച്ചിട്ടാണ് ഈ ഹക്കും ടോമും ഉള്ളത്. അവരുടെ യഥാർത്ഥ ഐഡന്റിറ്റി ഇവിടെ വെളിപ്പെടുത്തുന്നു. ആൻഡ് ഷീ റിവീൽസ് ദാറ്റ് മിസ് വാട്സൺ ഹാസ് ഡൈഡ് ആൻഡ് ഷീ ഫ്രീഡ് ജിം ഇൻ ഹർ വിൽ. അതേപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി വെളിപ്പെടുത്തുന്നു. മിസ് വാട്സൺ, നമ്മൾ പറഞ്ഞു വിഡോ ഡഗ്ലസിന്റെ സഹോദരിയാണ്, അവരുടെ സ്ലേവാണ് ജിം. ആ വിഡോ ഡഗ്ലസിന്റെ സഹോദരിയായ മിസ് വാട്സൺ മരിച്ചു, അന്തരിച്ചു. അവര് മരിച്ചതോടുകൂടി തൻ്റെ അധീനതയിൽ നിന്നും ജിമ്മിനെ അവർ മോചിപ്പിച്ചു എന്നുള്ള കാര്യവും ഈ ഓൺഡ് പോളി വെളിപ്പെടുത്തുന്നു. ആൻഡ് ടോം അഡ്മിറ്റ്സ് ദാറ്റ് ഹി ന്യൂ എവറിത്തിങ് ബട്ട് വാണ്ടഡ് ടു റെസ്ക്യൂ ജിം. ഈ സമയത്ത് ടോം പറയുന്നു, ഹക്ക് ഇവിടെ വേഷം മാറി വന്ന കഥയും ഒക്കെ തനിക്കറിയാം, പക്ഷേ താൻ ഇവരുടെ കൂടെ ചേർന്നത് ജിമ്മിനെ രക്ഷിക്കാനാണ്, അതുകൊണ്ടാണ് താൻ ഇവരുടെ കൂടെ ചേർന്നത് എന്ന് ടോം വെളിപ്പെടുത്തുന്നു. ആൻഡ് ജിം നൗ റിവീൽസ് ദാറ്റ് പാപ്പ് വാസ് ദ ഡെഡ് മാൻ ഇൻ ദ ഫ്ലോട്ടിംഗ് ഹൗസ്. ഈ സമയത്ത് ജിമ്മും ഹക്കും കൂടി രക്ഷപ്പെടുന്ന സമയത്താണ് നമ്മൾ പറഞ്ഞത്, ഒരു വ്യക്തി ആ ഒരു ബോട്ടിൽ, ഹൗസ് ബോട്ടിൽ മരിച്ചു കിടക്കുന്ന കാണുന്നു. അത് ജിമ്മാണ് കാണുന്നത്. ഹക്കിനെ അവൻ തടയുന്നുണ്ട് അവിടുന്ന്. അപ്പൊ അങ്ങനെ മരിച്ചു കിടന്ന വ്യക്തി പാപ്പാണെന്ന് പറയുന്നത്, അത് ഹക്കിന്റെ അച്ഛനായ മദ്യപാനിയായ പാപ്പാണ് അവിടെ ആ സമയത്ത് മരിച്ചു കിടന്നത് എന്ന് പറയും. ആൻഡ് ഹക്ക് ഡിസൈഡ്സ് ടു ഫ്ലീ ടു ഇന്ത്യൻ ടെറിട്ടറി ടു എസ്കേപ്പ് ഫ്രം ദ ഫെൽസ്. ഈ സമയത്ത് ഫെൽസിൽ നിന്നും സ്വതന്ത്രമാകാൻ വേണ്ടിയിട്ട്, അവരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇന്ത്യൻ ടെറിട്ടറിയിലേക്ക് കടക്കാനായി ഹക്ക് തീരുമാനിക്കുന്നു. ഈ തീരുമാനത്തോടു കൂടിയാണ് ഈ ഒരു നോവല് അവസാനിക്കുന്നത്. ഇത് നമ്മൾ പറഞ്ഞു അഡ്വഞ്ചേഴ്സ് ഓഫ് ടോം സോയറിന്റെ കണ്ടിന്യൂവേഷൻ ആണ് അഡ്വഞ്ചേഴ്സ് ഓഫ് ഹക്കിൾബറി ഫിൻ. ഇതിലെ മെയിൻ തീംസ് പറഞ്ഞു, മെയിൻ ക്യാരക്ടേഴ്സും പറഞ്ഞു. ദീസ് ആർ ദ മെയിൻ പോയിന്റ്സ്. ഹോപ്പ് യു എൻജോയ്ഡ് ഇറ്റ്. താങ്ക് യു.